പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു ചെയ്യുന്ന സുന്നത്തുകളൊക്കെ നന്നായി ചെയ്യണം. ഫർള് നിസ്കാരാകുമ്പോൾ മാത്രം എല്ലാ നിലക്കും എല്ലാ സിഫത്തും ഒരുമിപ്പിച്ച് സുന്നത്ത് നിസ്കാരാകുമ്പോൾ അതിന് കുറച്ച് കുറവ് അത് വേണ്ട അല്ലേ. തറാവീഹിൽ അത്തഹിയ്യാത്തൊക്കെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് നിർത്തി. കാരണം നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഇമാമിന് 2 സലാമും കഴിഞ്ഞല്ലോ. അങ്ങനത്തെ ഇമാമാണ് നമുക്ക് വേണ്ടതെന്ന നമ്മുടെ താല്പര്യം. 8 മണിക്ക് തുടങ്ങി 8:20 തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ എത്ര ആളുണ്ടാവും? 10,000 ആളൊക്കെ ഉണ്ടാവും ചിലപ്പോ. അപ്പൊ ഒരു കുത്തിമറിച്ചിരുന്നല്ലാതെ വേറെ ഒന്നും കിട്ടാനൊന്നും ഉണ്ടാവില്ല അതില്. അങ്ങനെ തന്നെയാണ് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഓത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിലോ അക്ഷരങ്ങള് 150 തന്നെ ഉണ്ടോ സംശയമാണ്. ഫാത്തിഹയിൽ മൊത്തം അക്ഷരം 156 ഉണ്ട്. അങ്ങനൊക്കെ കൂടി ഓതുമ്പോഴേ എത്രണ്ണാ പോണെന്നല്ല നോക്കണം. നിങ്ങൾ ഓത്ത് പിടിച്ചോണ്ട് ഞാൻ കാണിച്ചാലാ പോകുന്നത്, എണ്ണി കാണിച്ചുതരാ. പിന്നല്ലേ ബാക്കിൽ ക്ലാർക്ക് എന്തെങ്കിലും സ്വരം പോരെ, ആ ബാക്കിൽ മുന്നിലേക്കുന്ന ആൾ എന്തോ ഒരു സ്വരം ഉണ്ടായാ മറ്റൊക്കെ അറിയും, വല്ല അതും പറയും. അതുകൊണ്ട് മതിയോ? ചെയ്യണ സുന്നത്ത് മട്ടത്തിൽ ചെയ്യണമെന്ന ഹസ്സിനു നവാഫിലക്കും, നിങ്ങളെ സുന്നത്തുകളൊക്കെ നിങ്ങൾ നന്നാക്കി ചെയ്യണമെന്ന. എന്തേ കാരണം? ആ സുന്നത്തുകൾ ഫബിഹാ തുക്മലു ഫറാഇലുക്കും, നിങ്ങളെ ഫർളുകളെ പൂർണ്ണമാക്കപ്പെടുന്ന സുന്നത്തുകളെ കൊണ്ടാണ്. സുന്നത്തതിന് പോരെങ്കിലും പിന്നെ എങ്ങനെ ഫർളിനെ പൂർത്തിയാക്കുക? അത്തയ്യാത്തൂര് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് മുത്ത് സലാം വിട്ടില്ലേ? അപ്പൊ അത് സുന്നത്തപ്പെട്ടല്ലേ? ആലിന്റെ മേൽ സലാത്തില്ല, അത് ഫർള് നിസ്കാരത്തിൽ മാത്രം, സുന്നത്തിലുമില്ലേ? ആലാലി മുഹമ്മദ് അല്ലണ്ടേ? ആരായല്ലേ? അതിന്റെ ശേഷം ഒഴിവാക്കൽ കറാഹത്തായ ദുആ അല്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ആരായല്ലേ? അതൊക്കെ ചെല്ലുമ്പോത്തിന് അടുത്ത 2 റക്അത്ത് നിങ്ങൾക്ക് കിട്ടുമോ? അപ്പൊ അതിന് പാകത്ത് നിസ്കരിച്ചാൻ പറഞ്ഞാ പോരെ? എന്തിനാ തിരക്കൂട്ടറ്? പിന്നെ കുറെ ആൾക്കാർക്ക് സുന്നത്ത് നിസ്കാരത്തിൽ വജ്ജത്ത് ഇല്ലോലെ. വജ്ജത്ത് ഫർദിന് മാത്രമല്ല, ഔദു ഇല്ലോലെ. അല്ലാഹു അക്ബർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനെ നിസ്കാരം. മയ്യത്ത് നിസ്കാരത്തിൽ വരെ ഔദില്ലേ? മയ്യത്ത് നിസ്കാരത്തിൽ ഔദില്ലേ? ഉണ്ട്. ഞാൻ നാട്ടിൽ പോയിട്ട് ഇല്ലാറിയണ ഫിത്ര ഉണ്ടാക്കണ്ട. മയ്യത്ത് നിസ്കാരത്തിൽ വരെ ഔദു ഒരു സുന്നത്തുണ്ട്. ഔദു ഒഴിവാക്കൽ കറാഹത്തല്ലേ? 1ാമത്തെ റക്അത്തിൽ ഔദു അതൊരു മുഅക്കദാ സുന്നത്താണ് എല്ലാ നിസ്കാരത്തിലും. എന്നിട്ട് പിന്നെ അതൊന്നുമില്ലാതെ പിന്നെ ആർക്കാ? അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾ ഭംഗിയാക്കി ചെയ്യാന്ന് പറഞ്ഞാൽ ഫർള് നിസ്കാരങ്ങളിൽ പരിഗണിക്കേണ്ട സുന്നത്തുകൾ എന്തെല്ലാം, ഫർളുകളെല്ലാം മുബാഹലല്ലാണ്ട് അതൊക്കെ സുന്നത്തിലും വേണം. അപ്പോഴാണ് ആ സുന്നത്ത് പൂർത്തിയാകുക. അപ്പൊ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കഴിഞ്ഞിട്ട് പിന്നെ ആ ദുആയും കൂടി കഴിഞ്ഞിട്ട് സലാം വിട്ടിയാല് കുറെ ആൾക്കാരിങ്ങനെ ഇയാളെ കണ്ണുക്ക് നോക്കും, ഇങ്ങനെ ശരിയാക്കി തരാം. പിന്നെ അയാൾ പേടിച്ചൂലാകെ. അതൊക്കെ ചൊല്ലിയിട്ട് സലാം വിട്ടിയാൽ മതി. ഏതായാലും രാത്രി നിസ്കരിക്കല്ലേ, ഹറമിലെ നിസ്കാരത്തിന് അത്ര ദൈർഘ്യമല്ലല്ലോ. തറാവീഹിന് മാത്രം വേണ്ടേ 1.5 മണിക്കൂർ. എത്ര സാവകാശം ഓതുന്നു? ആരെങ്കിലും പോയിട്ട് ഒന്ന് വേഗം ഓതിയാണ്ട് നിങ്ങൾ കൊട്ടാരത്ത് പോയി ഉറങ്ങിക്കൊള്ളിയാറല്ലോ. അപ്പൊ അത്രയും ലക്ഷക്കണക്കിന് ആളുകൾ, പ്രായം ചെന്ന ആളുകൾ അത്രയധികം നിസ്കരിക്കുന്ന ഒരു കേന്ദ്രം വേറെ ഏതാള്? 90 വയസ്സ ഓരോ അറബികളെ മുന്നിലൊക്കെ നമ്മൾ നാണിക്കേണ്ടി വരും. നമ്മൾ ഈ ആരോഗ്യമുള്ള ആൾക്കാർ ഒരു 10 കിലോന്റെ 20 കിലോന്റെ മെഷീൻ കല്ലൊക്കെ പൊക്കണതിന് ഒരു പ്രശ്നവുമില്ല. അതേപോലെ കനത്തിൽ തിന്നതിനും ഒരു പ്രശ്നമല്ല. നിസ്കരിക്കണോടത്ത് മാത്രം കനം കൊടുക്കണത്തേ പ്രശ്നമുള്ളൂ. അവിടെ 2 ആയത്ത് കൂടിയാൽ അത് പ്രശ്നമായി, അത് വിഷയമായി. കുറെ ആൾക്കാർ അർ-റഹ്മാൻ സൂറത്ത് ഓതിയിട്ട് ഫബീന്റെ എണ്ണം കണ്ട് സുജൂദ് ചെയ്യാൻ റുക്കുവും ചെയ്യാം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, അല്ലാഹു അക്ബർ. എങ്ങനെ ബാക്കിയുള്ള മോമിയങ്ങളൊക്കെ ഒരു സൂറത്ത് ഓതൽ, ഫാത്തിഹ ഓതൽ എങ്ങനെ? ഒരു കറക്കി കുത്തിയിൽ കാട്ടിക്കൂട്ടാന്നല്ലാതെ എന്താ അതുകൊണ്ട് കിട്ടുക? ഇനി 1 റക്അത്തിൽ മസ്ബൂക്കായി നോട്ടില്, 2 റക്അത്തിൽ മസ്ബൂക്ക. ഇമാമിന്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹയ്ക്കുള്ള സമയം കിട്ടാന്ന് പറഞ്ഞാൽ 2 റക്അത്തിൽ ഏതായാലും ഉണ്ടാവൂലേ? അപ്പൊ ആള് മുവാഫിക്കല്ലേ? മുവാഫിക്ക് എങ്ങനെ ഫാത്തിഹ ഓതാതാണ് പോലെ? അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ സംഗതി വളരെ കഷ്ടം. ഇപ്പൊ ഓരോരുത്തർ കണ്ണൊക്കെ നോക്കുന്നുണ്ട്, അങ്ങനെയാണോ? അല്ലെങ്കിൽ പറയും ഇതൊരു താമായി ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ പരിപാടി? അതുങ്ങളിപ്പോ ഞാൻ അസ്ർ കൊടുത്ത് 2 റക്അത്ത് സുന്നത്ത് സ്കരിക്കാണെങ്കിലും ആ 2 റക്അത്ത് സുന്നത്തിൽ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് റവാത്തി പൂട്ടി 4 സ്കരിക്കാണെങ്കിലും വജ്ജത്ത് അതിനും സുന്നത്തുണ്ട്, ഔദു അതിലും സുന്നത്തുണ്ട്.
അതിലും സഹോദരന്മാരെ അത്തഹിയാത്തു ചൊല്ലിയിട്ട് സ്വലാത്ത് നബി തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ അബാദ സുന്നത്താണ്. ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ തൊട്ട് തുടങ്ങുന്ന ദുആ ഒഴിവാക്കൽ അതിലും കറാഹത്താണ്. അത് തറാവിയിൽ മാത്രം പറഞ്ഞാൽ എല്ലാ സുന്നത്തിലും അങ്ങനെ തന്നെ. അപ്പൊ അതൊക്കെ പാലിക്കണ്ടേ? സുബഹി നിസ്കാരത്തിന്റെ സുന്നത്ത് കാമിലാകണമെങ്കിൽ ഓരോ റക്അത്തിലും ഈ 2 സൂറത്തും ഓതാണ്ട്, അത് ഓതണ്ടേ? ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ ലക സദ്റക എന്ന സൂറത്തും പിന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫയും അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദും. അപ്പൊ നമ്മൾ പറഞ്ഞെന്താ അറിയോ? എന്താ പറയുന്നത്? നേരല്ല. പിന്നെ എവിടെ എത്തിയില്ല? നിസ്കരിച്ച നേരണ്ട ഖബറിലെത്തിയിട്ടോ? സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ മിക്ക ആൾക്കാരും സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്തോന്നാ ചോദിക്കണേ. മഗ്‌രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന് സൂറത്തില്ലേ? ഉണ്ട്. ഞാൻ എന്റെ വക പറഞ്ഞു തരണ്ട, ഫത്തുൽ മീലുണ്ട്. മഗ്‌രിബിന്റെ ശേഷമുള്ള സുന്നത്തിലേതാ ഓതണ്ടി? ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഇഖ്ലാസും. ഇശാഇന്റെ ശേഷമുള്ള സുന്നത്തിലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഇഖ്ലാസും സുന്നത്തുണ്ട്. ഇതൊക്കെ സുന്നത്തുകളാണ്. ഈ സുന്നത്തുകളൊക്കെ താമായി പൂർണ്ണമായി ചെയ്യുമ്പോഴാണ് നമ്മളെ ഫർളുകൾക്കുള്ള പോരായ്മ പരിഹരിക്കാൻ ഇത് വെച്ചുകൊടുക്കുക. നിങ്ങളൊരു വായ ഒടിഞ്ഞിട്ട് തൂണ് വെക്കുമ്പോൾ തൂണന്നെ ഒടിഞ്ഞിട്ടാണെങ്കിൽ അവിടെ നിൽക്കുമോ? വായ ഒടിഞ്ഞതിന് തൂണ് വെക്കാം. വായ ഒടിഞ്ഞതിന് ആയിക്കോട്ടെ, വായ ഒടിഞ്ഞതിന് തൂണ് വെക്കാം. എങ്ങനത്തെ തൂണാ വെക്കണ്ടേ? വായന നിർത്താൻ പറ്റിയ തൂണ് വെക്കണ്ടേ? അപ്പൊ നമ്മളെ ഫർളുകളൊക്കെ അല്ലാഹു തആല എങ്ങനെ പരിശോധിക്കാൻ വേണ്ടി മലക്കളോട് പറയുമ്പോ നമ്മളെ ഫർള് നിസ്കാരല്ലേ, അതിലവിടെയും ഇവിടെയും കുറെ ഖലലുകൾ, വ്യത്യാസങ്ങൾ, പോരായ്മകൾ കാണുന്നുണ്ട്. അപ്പൊ അല്ലാഹു തആല പറയാണ്, നബിനെ സുന്നത്തുകളൊന്ന് പരിശോധിച്ച് നോക്കി. ഈ അടിമനൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സുന്നത്തുകൾ നോക്കുമ്പോ അൽഹംദുലില്ലാ സുന്നത്തുകളൊക്കെ കഴിവിന്റെ പരമാവധി പൂർണ്ണാക്കി ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ ആ ഫർളുകളൊക്കെ ഈ സുന്നത്തോടാണ് പരിഹരിച്ചാളി. അതുകൊണ്ടാണ് ഫബിഹാ സുന്നത്തുകളൊക്കെ കൊണ്ടാണ് തുക്മലു ഫറായിലുക്കും നിങ്ങളുടെ ഫർളുകൾക്ക് കമാലിയത്ത് പൂർണ്ണത നൽകപ്പെടുന്നത്. അതുകൊണ്ട് സുന്നത്തുകളെ നന്നാക്കണം. മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു, അന്നാഫിലത്തു ഹദിയത്തുൽ മുഅ്മിനി ഇലാ റബ്ബിഹി, സുന്നത്തായി ചെയ്യുന്ന അമലുകളൊക്കെ മുഅ്മിൻ റബ്ബിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന പ്രസന്റേഷനാണ്. നിങ്ങളൊരു വീട്ടുദ്ഘാടനത്തിന് പോകുമ്പോൾ ആ വീട്ടിൽ ഒരു സെറ്റ് പാത്രം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെറ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ അത് സാധാരണ നേന്ത്രപ്പഴമായും പോകുമ്പോൾ കവറിലാക്കിയിട്ടാ കൊണ്ടുപോവുക? അല്ല, അതൊരു പെട്ടിയിലുണ്ടാവും. എന്നിട്ട് ആ പെട്ടിനെ വർണ്ണക്കടലാസ് കൊണ്ട് പിന്നെ ഒന്ന് പൊതിയും അല്ലേ? പിന്നെ അതൊരു കവറിലാക്കി എത്ര മട്ടത്തിലാ കൊണ്ടുപോവുക? കാരണം അതൊരു ഹദിയാണ്, ഒരു പ്രസന്റേഷൻ ആ കൊടുക്കുന്നത് മട്ടല്ലേ? ഇതേപോലെ സുന്നത്തുകൾ എന്നത് പറഞ്ഞത് ഹദിയത്തുൻ ഇലാ റബ്ബി, റബ്ബിലേക്കുള്ള ഹദിയയാണ്. അതുകൊണ്ട് ഫല്യുഹ്സിൻ അഹദുക്കും ഹദിയതഹു, ഓരോരുത്തരും അള്ളാഹുവിലേക്ക് കൊടുക്കുന്ന ഹദിയ നന്നാക്കണം. അതിന്റെ എല്ലാ മേമ്പൊടികളും അതിന് വേണം. അതുകൊണ്ട് തറാവി നിസ്കരിക്കുന്ന ആള് അഊദു വിടരുത്, ആമീൻ വിടരുത്. ആമീൻ ചൊല്ലാൻ നേരല്ല എന്നാ പറയണത്. ആമീൻ കേൾക്കുന്നുള്ള ഒരാൾക്കാരുതും വലല്ലാലി എന്ന് പറയുമ്പോഴേക്കണം ഓല് ബിസ്മിട്ട് വേഗം ഫാത്തിഹ തീർക്കാൻ. കാരണം ഓല അങ്ങനെ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ ഈ സൂറത്തുൽ കൗസർ തീരുമ്പോത്തിന് ഓതണ്ടേ? അപ്പൊ ഓല പറയാനുമില്ല, ഓല അങ്ങനെയാണ്. ഈ സൂറത്തുൽ കൗസറിന്റെ മുന്നിൽ ഒരു സൂറത്തുൽ കൗസർ ഓതുന്ന നേരെങ്കിലും നിന്നൂടെ? അല്ല, ഒരു അലന്തറ ഓതുന്ന നേരം വേണ്ട, ഒരു സൂറത്തുൽ കൗസർ ഓതുന്ന നേരം. അപ്പൊ 2 സൂറത്തുൽ കൗസറിന്റെ ആവിനെ മട്ടത്തിൽ പൂർത്തിയാക്കിയൂടെ? എന്നാലും 1 മണിക്കൂർ കൊണ്ടൊക്കെ തീർക്കാലോ. ഇവിടെ തറാവീന് എത്ര നേരം പിന്നെ? 1 മണിക്കൂറല്ലേ? 1.25 മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ മിക്ക പള്ളികളിലും ഈ നിസ്കാരം കാണുമ്പോൾ വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ നോക്കിയിട്ട് ഇങ്ങനെ അജബാകാണ്. എന്താ ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത് നമ്മളൊക്കെ അത് കണ്ടിട്ടേ. കാരണം നമ്മളെ സിദ്ധാന്തം എന്താ? 8:45 to 9:30. 9:30 കഴിഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങനെ വെള്ളം കുടിക്കാൻ പോകാൻ തുടങ്ങി. വെള്ളം കുടിക്കാൻ പോകല്ലത് പോവുകയാണ്. അവ നമുക്ക് ആ സുന്നത്തിനോടുള്ള ആ താല്പര്യവും റമദാൻ മാസത്തിലല്ലേ? ഹറമിലൊക്കെ ഒരുമിച്ചുകൂടെ വിവിധ നാടുകളിൽ നിന്നൊരു മാസം ലീവാക്കി വന്ന ആൾക്കാരെ ആത്മീയമായ ആവേശം നോക്ക് നിങ്ങൾ. ആ തറാവീഹിലൊക്കെ അവർ കൂടുന്നത് അതിനായിട്ട് വരികയാണ്. ആ തറാവീഹ് 29 ആണെങ്കിൽ 29, 30 ആണെങ്കിൽ 30 അവിടെ നിസ്കരിച്ച് ഖത്മ് ഫുള്ള് കേൾക്കാനായിട്ട് വരികയാണ്. ലീവാക്കി വരാൻ ഓൽക്കിപ്പോ പോയി ജോലി എടുക്കാൻ കഴിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ ജോലി എടുത്താൽ പണം കിട്ടാനിട്ടോ അല്ല, ഖുർആൻ ഷരീഫ് ഒന്ന് ഫുള്ളായി കേട്ട് നിസ്കരിക്കട്ടെ എന്ന് കരുതിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് കടിയൂല എങ്കിലും
ആ ഓതുനാലന്തരം തന്നെ ഒന്ന് നീട്ടിമണിച്ച് ഓതിയാ നമുക്ക് ഫാത്തിഹ ഓതാലോ, ഓതിക്കൂടെ? ഇന്നായത്തേനാക്ക അതിന്റെ ശബ്ദം അതൊക്കെ പരിഗണിച്ച് ഓതി മുമ്പൊരു ഇന്നായത്തേനാക്കന്റെ സമയം ആൾ പതുക്കെ ഓതിയാലും കിട്ടൂലേ? അതിനങ്ങനല്ലേ ഓതി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നായത്തേനാക്കൽ കൗസർ ഫസല്ലി റബ്ബിക വന്നർ ഇന്ന ഷാനക ലബ്ദർ അല്ലാഹു അക്ബർ. പിന്നെ നിങ്ങൾ എത്ര ഫാത്തിഹ ഓതുക? അല്ല എങ്ങനെ ഓതിയാലും എങ്ങനെ ഫാത്തിഹ ഓതുക? കഷ്ടം തന്നെയല്ലേ? അയാൾ ഇമാമിന്റെ ഫാത്തിന്റെ പൗതിക്കം തുടങ്ങിയാൽ ഫാത്തിഹ തീരുമോ? തീരൂല. കാരണം ഇമാമിന്റെ ഫാത്തിഹ അജാദി സ്പീഡല്ലേ. സൂറത്താണെങ്കിൽ അതിനേക്കാളും സ്പീഡ്. പിന്നെ എങ്ങനെ തീരുന്നു? അപ്പൊ തീരുന്നില്ല. അപ്പൊ രണ്ടാം റക്അത്തിൽ മിക്ക ആളുകൾക്കും മുവാഫിഖീങ്ങൾക്ക് ഫാത്തിഹ കിട്ടുന്നില്ല. മുവാഫിഖാണോ എന്ന് ചോദിച്ചാൽ ആണേനും, ഫാത്തിഹ ഉണ്ടോ ചോദിച്ചാൽ ഇല്ലേനും, ഇമാമ ഏറ്റെടുക്കോ ചോദിച്ചാൽ ഏറ്റെടുക്കൂല്ലേനും. എന്താട്ടാ പിന്നെ അത് ആരായിക്കത്? ഇത് കമ്മിറ്റി ഒന്നായിട്ട് ഏറ്റെടുക്കുമോ? ആരും ഏറ്റെടുക്കൂല. അത് പോയത് തന്നെ. അതുകൊണ്ടാണ് നല്ലോണം ശ്രദ്ധിക്കണം. നിസ്കരിക്കുന്ന സുന്നത്താണെങ്കിലും വെറുതെ വിടാൻ പാടില്ല. ഇനി അങ്ങനെല്ലാം നിസ്കരിച്ചാൽ കഴിയൂലേ? നിങ്ങൾ പറയുന്ന ഒറ്റക്ക് നിസ്കരിച്ചോളി, എന്നാലും കേട്ടില്ല. സുന്നത്തിൽ കേടുണ്ടാവില്ലല്ലോ. ഒരു ജമാഅത്ത് കാട്ടിക്കൂട്ടി ജമാഅത്ത് ഉണ്ടാവില്ല എന്നല്ലേ ഉള്ളൂ. ഇമാമിന്റെ തൂയി നിസ്കരിച്ചാൽ നോക്കുമ്പോൾ മൂപ്പര് നിലക്കും കിട്ടുന്നില്ല, ഇമാമിന് കിട്ടില്ല. ഇമാമിനെ എത്രയാൾ താങ്ങി കിട്ടി, ഇമാമിനെ കിട്ടില്ല. ഇമാമിനെ കിട്ടുന്ന പിന്നെ അവിടെ അത്തയ്യാത്തിൽ മാത്രമാണ്. ഇമാമ് നോൺ സ്റ്റോപ്പായിട്ട് ഒറ്റ പോക്ക്. റുക്കുവിലൊക്കെ തല വെച്ചോന്ന് വെച്ചാൽ വെച്ച്, എടുത്തോ വെച്ചെടുത്തു. അങ്ങനെ റുക്കുവിന്റെ തക്ബീറൻ പോയി സുബ്ഹാനല്ലാഹ് കഴിയുമ്പോഴേക്കിനും സമീഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു. മൂന്നെണ്ണം ചൊല്ലുണ്ടോ? എവിടെ മൂന്ന്? ഒന്നെണ്ണുണ്ടോന്ന് ചോദിച്ചാൽ മതി. ഒരു സുബ്ഹാനല്ലാഹ് സമീഅ അല്ലാഹു ലിമൻ ഹമിദ അങ്ങനെ ചെല്ലണതേ. അപ്പൊ അങ്ങനെ ചെല്ലാൻ ഒരു പക്ഷേ ചില ആൾക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുമ്പ് വന്നാൾ ഇവിടെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിടത്തുണ്ടാവും. മുമ്പ് വന്നാൾ എങ്ങനെ ചെയ്തോട്ടെ, ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞാൽ മതി. എന്തിനാപ്പം അയാൾ പേടിക്കേണ്ട ആവശ്യം? മുമ്പൊക്കെ സ്പീഡിൽ നിസ്കരിച്ചു കൊടുത്ത് നമ്മൾ പോയപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു, ഞാനിങ്ങനെ നിസ്കരിക്കുള്ളൂ, താല്പര്യമുള്ളവർ കൂടിയോളി, അല്ലാത്തവർ ഒറ്റയ്ക്ക് നിസ്കരിച്ചോളി പറഞ്ഞു. ഒറ്റയ്ക്ക് ഏതായാലും നിസ്കരിച്ചില്ല എന്ന് ഉറപ്പല്ലേ? അതുപോലെ കൂടി നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എതിരഭിപ്രായമുള്ള ആൾക്കാരൊക്കെ കൈയന്തിക്കുന്ന ആരും കൈയന്തിച്ചില്ല. എതിരഭിപ്രായമുള്ള ആൾ കൈയന്തിച്ചാൽ അയാളോട് വാഴ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാ കരുതിയുന്നത്. ശരിക്കും അതിന്റെ മഹത്വമൊക്കെ പറഞ്ഞ് അപ്പൊ പിന്നെ ആ കൈ അങ്ങനെ താന്നോളൂ. ഇതിനാരും കൈയൊന്നിച്ചില്ല. എന്നാൽ ഇങ്ങനെ നിസ്കരിക്കുള്ളൂ പറഞ്ഞപ്പോ അന്ന് അങ്ങനെ മതിയാറും കണ്ടോ. അങ്ങനെയാണ് ഇമാമിന്റെ കാര്യങ്ങൾ ഇമാമ് ശ്രദ്ധിക്കണം, മാമൂമിന്റെ കാര്യം ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കണം. അതുകൊണ്ട് സുന്നത്ത് എന്ന് പറഞ്ഞത് അള്ളാഹുവിലേക്കുള്ള ഹദിയൻ. നിങ്ങൾ ഒരാളെ വീട്ടിൽ പോകുമ്പോ ഹദിയ നന്നാക്കി കൊണ്ടുപോകുന്നത് പോലെ ഓരോരുത്തരും റബ്ബിലേക്കുള്ള ഹദിയ നന്നാക്കി നല്ല മട്ടത്തിൽ